മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ആദിലയും നൂറയും വലിയ ചർച്ചയിലാണ്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നാണ് എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ നടക്കുന്നത്. നോമിനേഷന് വേണ്ടി അനീഷ് ആദ്യം പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയി ഇരിക്കുമെന്ന് ആദില പറയുന്നു. നെവീൻ ഇരിക്കാൻ വേണ്ടി എന്തായാലും ട്രൈ ചെയ്യും, വേണമെങ്കിൽ അവൻ നിലത്തായിരിക്കും ഇരിക്കുക, പക്ഷേ ഞാൻ എന്തായാലും ലാസ്റ്റ് പോയി ഇരിക്കുമെന്ന് ആദില പറയുന്നു. നൂറ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ എവിടെ ഇരുന്നാലും നമ്മൾ നോമിനേഷനിൽ വരുമെന്ന് എനിക്കുറപ്പാണ്. എന്നിട്ട് നൂറ പറയുന്നത്, ഇവിടെ എല്ലാവരും എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തോ ഒന്നും ചെയ്യുന്നില്ല, ഒരു ഉപകാരമില്ല, എന്നെ കൊണ്ടൊരു ആവശ്യമില്ല, ആ രീതിക്കാണ് എല്ലാവരും പെരുമാറുന്നത്. അങ്ങനെ മറ്റുള്ളവർ നൂറയെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള കാരണവും നൂറ തന്നെ പറയുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും നല്ല ധാരണയുണ്ട്, പുറത്ത് ആർക്കാണ് നല്ല സപ്പോർട്ടുള്ളത്, പുറത്ത് ആർക്കാണ് നല്ല സപ്പോർട്ട് കുറവുള്ളത് എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും അവർ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ പുറത്ത് കാണുന്ന ഓഡിയൻസിലേക്ക് അത് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ എന്താവും? നമുക്കുള്ള വോട്ട് കുറയും. അങ്ങനെ നമ്മൾ പുറത്താവും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര എഫേർട്ട് ഇട്ടാലും ഇവിടെ ആരും കാണില്ല. പൊതുവെ ആദിലയ്ക്കും നൂറയ്ക്കും ഇത്തരത്തിൽ മാറിയിരുന്നുള്ള ഒരു സംസാരം ഉള്ളതാണ്. കാരണം ഓഡിയൻസിന്, അതായത് പ്രേക്ഷകർക്ക് ഇവർ ഓരോ ടോപ്പിക് ഇട്ട് കൊടുക്കാറുണ്ട്. നോമിനേഷന് തൊട്ട് മുമ്പുള്ള ദിവസവും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിന് തൊട്ട് മുമ്പുള്ള ദിവസവും ഇതുപോലത്തെ സംസാരങ്ങൾ നമ്മൾ പതിവായിട്ട് കാണാറുള്ളതാണ്. എന്തായാലും നൂറയ്ക്ക് നോമിനേഷനിൽ വരുമെന്ന് ഉറപ്പാണ്. നൂറ ആക്റ്റീവാണ്, പക്ഷേ ഇവിടെയുള്ളവരെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നാത്തത്. അത് വോട്ട് കുറയാൻ കാരണമാകും, നൂറ ഔട്ടാകുമെന്നൊക്കെ നൂറ തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇട്ടുകൊടുക്കുകയാണ്. എന്തായാലും ആദില പറയുന്നുണ്ട്, ബേബിയിലുള്ള ആദ്യത്തെ ആ ഒരു ഫയർ ഇപ്പോൾ കാണാനില്ല, പല കാര്യങ്ങളിലും ഇൻവോൾവ് ആകുന്നില്ല, സീരിയസ് മാറ്റേഴ്സിലൊന്നും, സീരിയസ് ടോക്കിലൊന്നും വന്ന് ഇടപെടുന്നില്ല, എപ്പോഴും അനുവിൻ്റെ കൂടെയാണ്, അനുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം അവരങ്ങനെ പറയുന്നത് എന്ന്. അപ്പോഴും നൂറ പറയുന്നത്, എനിക്ക് അക്ബറിനെ പോലെ അവിടെ കയറി വന്ന് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാൻ പറ്റും, അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഗെയിം കളിക്കാൻ ഓരോ രീതി ഉണ്ടാവും, ഇതാണ് എൻ്റെ രീതി. ആദിലെന്തായാലും നൂറയോട് ചോദിക്കുന്നുണ്ട്, ബേബിയെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, ആവശ്യവുമില്ലെന്ന് ആരാ പറഞ്ഞത് എന്ന്. അപ്പോൾ നൂറ പറയുന്നത്, ഇന്ന് രാവിലെ നെവീനും ലക്ഷ്മിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ലക്ഷ്മിയൊക്കെ പറഞ്ഞത്, ഇവിടെ ഓരോരുത്തർക്കും അവരുടെ ക്യാരക്ടർ അനുസരിച്ച് ഒരു ആനിമലിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവരിട്ടിരിക്കുന്ന പേര് ഷീപ്സു എന്നാണ്. കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ക്യൂട്ട്നെസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ യാതൊരു ഉപകാരവുമില്ല. അവരെന്താവും അങ്ങനെ പറഞ്ഞത്? എന്നെയും കൊണ്ട് ഒരു ഉപകാരമില്ല എന്നല്ലേ? ഇത് അവർ സ്പ്രെഡ് ചെയ്യുകയാണ്. അത് കാണുന്ന ഓഡിയൻസിലേക്ക് ഇത് രജിസ്റ്റർ ആവുകയും ചെയ്യും. ഇതെന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇന്നത്തെ നോമിനേഷനിൽ നൂറയ്ക്ക് നല്ല ഭയം കാണും. കാരണം ലാലേട്ടനും ഇന്നലെ ചോദിച്ചിരുന്നു, എന്താണ് പിക്നിക് മൂഡാണോ, അക്ബർ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ. ആ ഒരു ഭയം ഇപ്പോഴും നൂറയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഇപ്പോൾ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൽ ഞാൻ ആദില പറഞ്ഞതിനോടാണ് യോജിക്കുന്നത്. നൂറയുടെ ഫയർ എവിടെയോ നഷ്ടപ്പെട്ടു. ഫുൾ ടൈം അനുമോളുടെ നടന്ന് അനുമോളുടെ ഒരു ഷാഡോ ആയിപ്പോയതുപോലെയാണ് നൂറയെ എനിക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ വേണമെങ്കിലും നൂറയ്ക്ക് ആക്റ്റീവ് ആവാം, അതിനുള്ള പൊട്ടൻഷ്യൽ നൂറയ്ക്കുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.